സാറേ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷെരീഫ് സാർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനേ കേൾക്കുന്നുണ്ട്. ഒറ്റക്കായതുകൊണ്ടേ ആ ആ. വീട്ടിൽ തന്നെ അല്ലേ? വീട്ടിലെ ആ, ഓക്കെ ഓക്കെ. സുഭാഷാണല്ലോ ഇന്നലെ. സുഭാഷ് സാർ ഇപ്പൊ വരും. ജോയിൻ ചെയ്തു. സുഭാഷ് സാർ ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതൊക്കെയാണ് സെറ്റ് അല്ലേ? സെറ്റ് ഫുൾ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? യെസ്, ഓൾ ദ ബെസ്റ്റ്. AC എന്ന് പറഞ്ഞ അവസരങ്ങളുടെ ഒരു ലോകമല്ലേ. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കിയില്ലെങ്കിലേ. അതെ അതെ. ഹിഷാം സാർ. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
സുഭാഷ് സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. Good morning to all. The meeting in connection with the 7 a.m. morning drive is hereby called to order. Welcome speech by Chairman. Good morning. ഈ 2023 തുടങ്ങിയ സമയത്ത് സോൺ 28 രൂപീകൃതമായ സമയം സുവർണവേളയിൽ സോൺ 28 തുടക്കം കുറിച്ച 7 a.m. മോർണിംഗ് ഡ്രൈവ് എന്ന ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിച്ച സോൺ ഡയറക്ടർ ട്രെയിനിങ് ഇഷാം സാറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സോൺ 28 മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ PPP KS ചിത്ര മേഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഈ ഒരു 7 a.m. മോർണിംഗ് ഡ്രൈവിൽ നമ്മോടുകൂടെ അല്പനേരം സംവദിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ജെസി ഷറഫുൽ ഹസൻ, ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ JC ലീഡേഴ്സ് ആൻഡ് നോൺ JC മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സൂം മീറ്റിങ്ങുകളിലൊക്കെ പൊതുവെ കേട്ടുകൊണ്ടുവരുന്ന കാര്യമാണ് ഐ ആം ഓഡിയബിൾ. യെസ്, അതെ, എങ്ങനെ കേൾക്കണം, എത്ര നല്ല കേൾവിക്കാരനാകണം എന്ന്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മോടുകൂടെ സംവദിക്കുന്ന ഷറഫുൽ ഹസൻ സാറെ ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് the 7 a.m. morning drive online session floor is US sir, handovering to you the floor. Thank you, Subhash. Let me ask, am I audible? Same as you, sir. Okay, everyone, am I audible? Honorable Chairman of this program, JFM Subhash Nair sir, ZD Training JCIs and Senator Dr. Hisham Haidar sir, our ZP Chitra ma'am, my beloved co-presidents, dear brothers and sisters. കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്, without beating around the bush, let us come to the point. Importance of being a good listener എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. Let me ask a question to you all. Are you all good listeners? Being a teacher, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു റേഡിയോ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇറ്റ് വുഡ് ബി an interactive സെഷൻ. നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒരു നല്ല ലിസണേഴ്സ് ആണോ എന്നുള്ളതാണ്. കൈൻഡ്ലി ജസ്റ്റ് എല്ലാവരും ഒന്ന് കൈവക്കിയാൽ മതി. നല്ല ലിസണേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവക്കണം. ഓഡിയോ ഓൺ ആക്കിയിട്ട് കൈവക്കണ്ട. ഓക്കെ. അല്ല, നല്ല ലിസണേഴ്സ് ആണെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടാവും, അവര് പ്രതികരിക്കുന്നുണ്ടായിരിക്കും. റൈറ്റ്, ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യാറുണ്ട് ഒരു ലിസണർ ആവാൻ വേണ്ടിട്ട്. ഓക്കെ. 2019 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത്, ഞാനന്ന് KSHM കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഓൺലൈൻ സെഷൻ നടക്കുന്ന സമയത്ത് അറ്റൻഡൻസ് എടുക്കുന്ന ഒരു സമയം ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ ടൈം. ആ സമയത്ത് എല്ലാവരും വളരെ നല്ല ലിസണേഴ്സ് ആയിരിക്കും. എല്ലാ കുട്ടികളും അപ്പൊ കറക്റ്റ് ചെയ്ത സമയത്ത് ലിസൺ ചെയ്യുന്നുണ്ടായിരിക്കും, കാരണം അവരെ റെസ്പോൺസ് നമുക്ക് അറിയാം. എന്നാൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് പലർക്കും നെറ്റ്വർക്ക് ഉണ്ടായിരിക്കില്ല, പല ഇഷ്യൂസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവര് ഓഡിയോ ഓൺ ആക്കിയിട്ട് എങ്ങോട്ടോ പോയി കാണും. അപ്പോ ലിസണിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഹിയറിംഗ്. നേരത്തെ സുഭാഷ് സാർ പറഞ്ഞു, ആമ ഓഡിബിൾ എന്ന് ചോദിക്കാറുണ്ട്, കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ കേൾക്കലും ശ്രദ്ധിക്കലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്താണ് ലിസണിങ് എന്നുള്ള വേർഡിനെ ഒരു ഹിയറിംഗിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ലിസണിങ് ഈസ് an ആക്റ്റീവ് പ്രോസസ്, ഹിയറിംഗ് ഈസ് പാസീവ്. നമുക്കൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കെ കേൾവി ശക്തിയുള്ള ഒരു വ്യക്തിക്ക് തന്റെ ചുറ്റുപാട് നടക്കുന്ന ഏറെക്കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും.
ദാറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ലിസണിങ്. ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് അതിലേക്ക് കൊടുത്തുകൊണ്ട്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒരല്പം മാറി നിന്നുകൊണ്ട്, ഒരാളെ ശ്രദ്ധിച്ചുകൊണ്ട്, ആവശ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ലിസണിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിസണിങ് ഈസ് നോട്ട് പോസിബിൾ എപ്പോ ഒരേ സമയം മറ്റു പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാക്ട്ലി ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലിസണിങ് പോസിബിൾ അല്ല. ലിസൺ എന്ന് ഇംഗ്ലീഷിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക ആരെങ്കിലും. ലിസൺ, ജസ്റ്റ് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആകാണെങ്കിൽ ഒന്നൊരു ഭംഗിയാവും. അപ്പൊ എല്ലാവരും ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. JCI എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഇതുപോലെ നമുക്ക് വല്ലാത്ത പ്രചോദനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് സ്പെല്ലിംഗ് ആണ് എല്ലാവരും തരുന്നത്. ഇനി ഈ സ്പെല്ലിങ്ങുകൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേ സ്പെല്ലിങ്ങുകൾ ഒരു ലെറ്റർ പോലും നമ്മൾ അതിൽ നിന്ന് അടർത്തിയെടുക്കാതെ, ഒഴിവാക്കാതെ, ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് സൈലന്റ് എന്ന് പറയുന്നത്. സൈലന്റ് എന്നുള്ള വേർഡിലും ലിസൺ എന്നുള്ള വേർഡിലും ഈക്വൽ ആയിട്ടുള്ള ഒരേപോലെയുള്ള അക്ഷരങ്ങളാണുള്ളത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, നമുക്കതറിയാം അല്ലെ, ഒരാള് സൈലന്റ് ആയിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ സൈലന്റ് ആയിരിക്കുന്ന സമയത്താണ് ശരിക്കും നമുക്ക് ലിസൺ ചെയ്യാനുള്ള ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ സൈലന്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും നിശബ്ദരാക്കിയിരുത്തിയതിനു ശേഷം ക്ലാസ് തുടങ്ങുന്നത്. അപ്പോഴാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ലിസണിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഈ ലിസണിങ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലിസണിങ്, ആളുകളെ ശ്രദ്ധിച്ച് കേട്ട് അവർക്ക് വേണ്ട മറുപടി കൊടുത്ത് അവരെ പരിഗണിക്കുന്ന തരത്തിലുള്ള ലിസണിങ് വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരെയൊക്കെയാണ് ലിസൺ ചെയ്യാറുള്ളത്? നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഏറെക്കുറെ എല്ലാ പാർട്ടിസിപ്പൻസും പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും ലിസണേഴ്സ് ആണ്, ലിസണേഴ്സ് ആണ്. നിങ്ങൾ ആരെയൊക്കെയാണ് കേൾക്കാറുള്ളത്? ആരെയൊക്കെയാണ് കേൾക്കാറുള്ളത്? ഫ്രണ്ട്സിന്. ഗുഡ്, വെരി ഗുഡ്. ലിസൺ ചെയ്യാറുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സ്, മക്കളെ കേൾക്കാറുണ്ട്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ. രാവിലെ മോർണിംഗ് ഡ്രൈവിൽ വരുന്ന ട്രെയിനേഴ്സിനെയും കേൾക്കാറുണ്ട്, റൈറ്റ്? ഓക്കെ, ഓക്കെ. എല്ലാവരും നമ്മൾ നല്ല ലിസണേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലിസണിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട് ഒരു സ്റ്റോറി, മിസറി എന്ന് പറയുന്ന ഒരു സ്റ്റോറി, ആന്റൺ ചെക്കോ, ഒരു റഷ്യൻ എഴുത്തുകാരൻ എഴുതിയ ആന്റൺ ചെക്കോ എഴുതിയിട്ടുള്ള മിസറി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയാണത്. നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവാം. ഒരു 4-5 വർഷം മുമ്പ് ഡിഗ്രി സിലബസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കഥയാണ്. ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അതില് ഒരു സ്ലെഡ്ജ് ഡ്രൈവർ ആണ് അതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ഒരു മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ കുതിരവണ്ടി ഓടിക്കുന്ന ഒരു സ്ലെഡ്ജ് ഡ്രൈവർ, അയോണോ പൊട്ടപ്പോവ എന്നാണ് അയാളുടെ പേര്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടിട്ട് അധികം ദിവസമായിട്ടില്ല. രോഗശയ്യയിൽ കടന്ന് ഹോസ്പിറ്റലിലൂടെ നടന്ന് സാമ്പത്തികമായി ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ട് ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് പങ്കുവെക്കാനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു കേൾവിക്കാരനെ കിട്ടാനില്ല. അദ്ദേഹം തന്റെ ജോലി ചെയ്യുക, മകനെ നോക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്. ഫുൾ ടൈം ബിസി ആയിരുന്നു. കഥ ആരംഭിക്കുന്ന സമയത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം ഒരു ബോക്സിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ലെഡ്ജ് അവിടെ ഉണ്ട്. അതിനൊക്കെ മുകളിലൂടെ മഞ്ഞിങ്ങനെ വീണ് പൊതിഞ്ഞു കിടക്കുകയാണ്. ശരിക്കും ആ കഥയുടെ തീം ഒളിഞ്ഞു കിടക്കുന്ന പോലെയാണ് അതിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യാത്രക്കാരായ ഓരോ ആളുകളോടും അദ്ദേഹം തന്റെ പ്രയാസം, അദ്ദേഹം തന്റെ ദുഃഖം പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വളരെ ഖേദകരമായ രീതിയിൽ ചീത്ത കേൾക്കേണ്ടി വരുന്നു. ഏതാനും ചില യാത്രക്കാരിൽ നിന്ന് അടിവരെ കിട്ടുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന് തന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. പല ആളുകളോടും അദ്ദേഹം പറയാൻ തുടങ്ങുന്നു. ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവത്തെ കുറിച്ച് വിശദീകരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ആളുകൾ ചീത്ത വിളിക്കുന്നു. നീ നേരെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കടാ എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങും. ഒടുവിൽ അദ്ദേഹം തന്റെ യാത്ര അവസാനിപ്പിക്കുന്നത്
തന്റെ യാർഡിൽ നിൽക്കുന്ന സമയത്ത് ഈ ദുഃഖിതനായ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിയുന്നില്ല. നമുക്കെപ്പോഴും അറിയാലോ, ദുഃഖം പങ്കുവെച്ചാൽ എന്താ സംഭവിക്കുക? പറയ്, എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ദുഃഖം കുറച്ച് മനസ്സിന്റെ ഭാരം കുറയും. പകുതിയാകും. മനസ്സിൽ പകുതിയാകും. സമാധാനം വെരി ഗുഡ്, കിട്ടും. വെരി ഗുഡ്. സമാധാനം. സന്തോഷമാണ് നമ്മൾ പങ്കുവെക്കുന്നതെങ്കിൽ അത് ഡബിൾ ആവും. റൈറ്റ്. അപ്പൊ നമ്മളെപ്പോഴും പങ്കുവെക്കുന്ന ആളുകളായിരിക്കും. സന്തോഷമാണ് പങ്കുവെക്കുന്നതെങ്കിൽ അത് ഡബിൾ ആവുകയാണ് ചെയ്യുക. അത് കുറയില്ല. എന്റെ സന്തോഷം കുറഞ്ഞു പോകുന്ന ചോദിച്ചിട്ട് ആരും അതൊന്നും ചെയ്യണ്ട, ഒളിപ്പിച്ച് വെക്കണ്ട. അതുപോലെ ദുഃഖമാണ് പങ്കുവെക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് റെഡ്യൂസ് ചെയ്യും, കുറഞ്ഞിട്ടു. അപ്പൊ അദ്ദേഹത്തിന് ഹൃദയം പൊട്ടാനായി, അദ്ദേഹത്തിന് ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം വന്നു. അദ്ദേഹം തന്റെ ഒരു മേയറുണ്ട്, ഒരു പെൺകുതിരയുണ്ട്, അതിന്റെ അടുത്തേക്ക് പോയി. അതവിടെ ഇങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ്. അതിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ ദുഃഖങ്ങളും തന്റെ കുതിരയോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി, സംവദിക്കാൻ തുടങ്ങി. കുതിരയെല്ലാം ശ്രദ്ധിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹം അതിനനുസരിച്ച് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദ ലിറ്റിൽ മേയർ ഗോസ് ഓൺ, ജസ്റ്റ് ഗോസ് ഓൺ മഞ്ചിങ്. മഞ്ച് കേട്ടിട്ടില്ലേ? ജേസിക്കാർക്ക് മഞ്ചറിയാതിരിക്കില്ലല്ലോ അല്ലെ? ഏത് പ്രോഗ്രാമിൽ എന്താ നമുക്ക് മഞ്ച് ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ച് എന്ന് പറയുമ്പോൾ നമ്മള് ഈ കുതിരയും പശുക്കളും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അവരിങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോ ഈ കുതിര ഈ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദ ലിറ്റിൽ മേയർ ജസ്റ്റ് ഗോസ് ഓൺ മഞ്ചിങ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നാണ്. അതായത് മനുഷ്യരെ, ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കാൻ ലഭ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറയാം. ഒരു അർത്ഥത്തിൽ നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാവാം. കൂടുന്നും പിരിയുന്നും കാണുന്നും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ടാവാം. പക്ഷെ പലരും പലരുടെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ലിസണേഴ്സിനെ കണ്ടെത്താതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. സംസാരിക്കാറുണ്ടോ നിങ്ങളൊക്കെ? എത്ര സമയമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ മക്കളെ കേൾക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാറുള്ളത്? JCI ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പലപ്പോഴും ഒത്തിരി ചുമതലകൾ വഹിച്ചു നടക്കുന്ന, എന്നാൽ അതിലൂടെ നമുക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് താനും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ബിസി ഷെഡ്യൂൾ ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരിക്കും JCI ഉള്ള മെമ്പർമാരെന്ന് ഞാൻ വിചാരിക്കുന്നു. എസ്പെഷ്യലി പ്രസിഡന്റുമാര് എന്ന് ഞാൻ മനസ്സിലാക്കാം. മറ്റു പല തിരക്കുകളുള്ള സമയത്തായിരിക്കും നമുക്ക് ഈ പ്രസിഡന്റ്ഷിപ്പ് കിട്ടുക. ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന്റെ പുറകിലുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മക്കളോട് സംവദിക്കാനുള്ള സമയത്തിൽ ഒരല്പം കുറവ് വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഫ്രാങ്ക്ലി ആസ്കിങ്, നിങ്ങൾ എല്ലാവരും രക്ഷിതാക്കളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രക്ഷിതാക്കളൊന്ന് കൈവക്കി. 44 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിസണേഴ്സ് ആണെങ്കിൽ നിങ്ങള് ഓക്കെ, നിങ്ങള് ജസ്റ്റ് അതിൽ ഒരു വെരി ഗുഡ്. സൗമ്യ സുരേഷ്, ഓക്കെ ഓക്കെ, രക്ഷിതാക്കളുണ്ട്. ഓക്കെ, രക്ഷിതാക്കളായ ആളുകള് നമ്മുടെ മക്കളെ ശ്രവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര സമയമാണ് ചിലവഴിക്കാറുള്ളത്? അങ്ങനെ സമയം ഉണ്ടോ നമുക്ക്? മക്കളെ കേൾക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ലിസണിങ് ആൻഡ് ഹിയറിംഗ് ആർ നോട്ട് സെയിം. ബോത്ത് ദീസ് ആർ എൻറ്റയർലി ഡിഫറെന്റ്. നമ്മൾ മറ്റുള്ള പ്രവർത്തനത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കേൾക്കണം. അതിന് വേണ്ട മറുപടി സമയാസമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അത്തരത്തിൽ ലിസൺ ചെയ്യുന്ന ആളുകളെയാണ് നമുക്കിന്ന് അധികമായി കാണാനില്ലാത്തത്. ഞാൻ പലപ്പോഴും സ്കൂളുകളിലൊക്കെ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത്, രക്ഷിതാക്കളുമായി സംവദിക്കുന്ന സമയത്ത് അവരോട് പറയാറുള്ള, പങ്കുവെക്കാറുള്ള ഒരു അനക്ഡോട്ട് ഉണ്ട്, ഒരു ചെറിയൊരു സംഭവം കഥയുണ്ട്. ഒരിക്കൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ തന്റെ മക്കൾക്ക് ഒരു അസൈൻമെന്റ് കൊടുക്കുകയുണ്ടായി. ഒരു ദിവസം എല്ലാ കുട്ടികളോടും ഓരോ കഷ്ണം റിബണുമായിട്ടാണ് ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. എന്തിനാണ് എന്നൊന്നും ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. മക്കളെല്ലാവരും റിബൺ കഷ്ണവുമായിട്ട് ക്ലാസ്സിലെത്തി. ടീച്ചർ ഓരോ കുട്ടികളെ അടുത്ത് വിളിച്ചുകൊണ്ട് ആ റിബൺ വാങ്ങിയിട്ട് ആ കുട്ടിയുടെ തന്നെ കയ്യിൽ കെട്ടിക്കൊടുക്കും. ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടുന്ന സമയത്ത് ടീച്ചർ അവരോട് പറയും, മോനെ,
നീ നല്ല പങ്ക്ച്വൽ ആയിട്ടുള്ള കുട്ടിയാണ്. ഞാനത് എന്നും ഒബ്സർവ് ചെയ്യാറുണ്ട്. കൃത്യസമയത്ത് നീ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. ബെല്ലടിക്കുന്ന സമയത്ത് നീ എവിടെ ആയിരുന്നാലും ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നീ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിന്റെ ഈ പങ്ക്ച്വാലിറ്റി എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിന്റെ ഈ പങ്ക്ച്വാലിറ്റിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് അല്ലെങ്കിൽ ഈ ഒരു റിബൺ നിന്റെ കയ്യിൽ ഞാൻ കെട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് കയ്യിൽ കെട്ടിക്കൊടുത്തു. മറ്റൊരാൾ വിളിച്ചു, അവനോട് അല്ലെങ്കിൽ അവളോട് അവളെ അഭിനന്ദിക്കാനുള്ള റീസൺ പറയുന്നു. എന്ന് ഹോംവർക്ക് തരികയാണെങ്കിലും അത് കൃത്യമായി ചെയ്തു വരുന്ന ഒരു കുട്ടിയാണ് നീ. സോ നീ ഹോംവർക്ക് ചെയ്യുന്നതിലുള്ള നിന്റെ കൃത്യനിഷ്ഠയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിബൺ ഞാൻ നിന്റെ കയ്യിൽ കെട്ടിത്തരുന്നത്. ഐ അപ്രീഷിയേറ്റ് യു, വെൽ ഡൺ. മറ്റൊരു കുട്ടിയെ വിളിച്ചിട്ട് പറയുന്നു, മോനെ നിന്റെ അപ്പിയറൻസ്, നീ വളരെ വൃത്തിയായിട്ട് എല്ലാ ആളുകളുടെയും പ്രസന്നവദനായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് വെരി ഗുഡ്. നിന്റെ ഈ ഒരു നല്ല അപ്പിയറൻസിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഞാൻ ഈ റിബൺ കെട്ടിത്തരുന്നത്. മറ്റൊരു കുട്ടിയെ വിളിച്ച് പറയുന്നു, നീ വളരെ എനർജറ്റിക് ആണ്, വളരെ ആക്റ്റീവ് ആണ്. ഒരുപക്ഷെ ആ കുട്ടി ഒരല്പം വികൃതി കാണിക്കുന്ന കുട്ടിയായിരിക്കാം. അവന്റെ ഹൈപ്പർ ആക്റ്റീവിനെ അല്ലെങ്കിൽ ആക്റ്റീവ്നെസ്സിനെ എന്ത് ചെയ്തു? അഭിനന്ദിച്ചുകൊണ്ട്, ഇതിനു വേണ്ടി നിന്നെ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഞാൻ റിബൺ കയ്യിൽ കെട്ടിത്തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുട്ടിയുടെയും കയ്യിൽ റിബൺ കെട്ടിക്കൊടുക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് അവരോട് എല്ലാവരും ഇരുന്നതിന് ശേഷം, എല്ലാ ആളുകളുടെ കയ്യിലും റിബൺ എത്തിയതിനു ശേഷം ടീച്ചർ ഈ അസൈൻമെന്റിനെ വിശദീകരിക്കാൻ തുടങ്ങി. ഇന്ന് വൈകുന്നേരം നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ നാളെ നിങ്ങൾ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റിബൺ എടുത്ത് മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ കെട്ടിക്കൊടുക്കണം. ആരുടെ കയ്യിൽ തന്നെ നിങ്ങൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിലും അവരെ അഭിനന്ദിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അവരെ നിങ്ങളൊന്ന് അഭിനന്ദിച്ചേ പറ്റൂ. എല്ലാവർക്കും കാര്യം ബോധ്യമായി. ടീച്ചർ പറയുന്നു, അവരെ അഭിനന്ദിച്ചാൽ മാത്രം പോരാ, അവരുടെ കയ്യിൽ റിബൺ കെട്ടിക്കൊടുത്താൽ മാത്രം പോരാ, അവരോട് നിങ്ങൾ പറയണം, ഇറ്റ് ഈസ് ആൻ അസൈൻമെന്റ് ഗിവൺ ബൈ മൈ ടീച്ചർ. ഇത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ ഇത് മറ്റൊരാളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ഓരോ കുട്ടികളും സ്കൂൾ വിട്ട് വീട്ടിൽ പോയി. നമുക്കറിയാം, നമ്മളൊക്കെ ക്ലാസ്സിലൊക്കെ അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യും. മറ്റു ചില കുട്ടികളോ വെറുതെ തിരിച്ചു വരും, എന്നിട്ട് അവർ കഥ ഉണ്ടാക്കി പറയും, ഞാൻ ഇന്ന ആൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യുന്ന കുട്ടികളുണ്ട്. കൂട്ടത്തിലൊരു കൊച്ചു മിടുക്കിയായ ഒരു പെൺകുട്ടി, അവൾ തന്റെ റിബൺ കയ്യിലുള്ള കുട്ടികൾക്കൊന്നും ഒരു സമാധാനമില്ല, ഇത് ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ. അവൾ അത് തിരിച്ചു പോകുന്ന സമയത്ത് ആരെയും കിട്ടിയില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. ആർക്ക് കൊടുക്കണമെന്ന് ഓർത്തില്ല. അതായത് ഒരു ഉദ്ദേശിച്ച ഒരാളെ, അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണമുള്ള ഒരാളെ കിട്ടണമല്ലോ. ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് ആർക്കും കൊടുക്കാൻ മറന്നും പോയി. തിരിച്ച് പിറ്റേ ദിവസം സ്കൂളിൽ വരുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ഓർമ്മ വന്നത് തന്റെ കയ്യിലുള്ള റിബണെ കുറിച്ച്. ആ സമയത്ത് ബസ് സ്റ്റോപ്പിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന, എന്നും വളരെ വേഗത്തിൽ കൃത്യസമയത്ത് പാസ് ചെയ്തു പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു JCI മെമ്പർ ആയിരിക്കാം ഒരു പക്ഷെ, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, സ്ഥിരമായി ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് വേണമെങ്കിൽ ഈ കുട്ടിക്ക് ബസ്സിന്റെ സമയത്തെ മനസ്സിലാക്കാൻ പറ്റും. അത്ര കൃത്യനിഷ്ഠമായിട്ട് കറക്റ്റ് സമയത്ത് ഓഫീസിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പിടിച്ചു, അങ്കിൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ടാഗ് കെട്ടിക്കൊടുത്തു, റിബൺ കെട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ ടീച്ചർ തന്ന ഒരു അസൈൻമെന്റ് ആണ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. വിത്തിൻ 24 hours യു ഹാവ് ടു എക്സ്ചേഞ്ച് ഇറ്റ്. നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തിയിട്ട് അവരെ അഭിനന്ദിക്കണം. അങ്കിൾ, യു ആർ എ വെരി പങ്ക്ച്വൽ മാൻ, യു ആർ എ ഗുഡ് പ്രൊഫഷണൽ, ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറഞ്ഞുകൊണ്ട് അങ്കിളിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷമായി. അദ്ദേഹം ഇങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആരുടെ അഭിനന്ദിക്കുന്നു, അഭിനന്ദനൊന്നും വല്ലാതെ കിട്ടാറില്ല. അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായി. ഒരു കൊച്ചു മിടുക്കിയ ഒരു പെൺകുട്ടി വന്നിട്ട് തന്നെ അഭിനന്ദിക്കുന്നു. തന്റെ പങ്ക്ച്വാലിറ്റി, താൻ എന്നും നേരം വൈകി എന്ന് പ്രതീക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളാണ്. നേരത്തെ വരുന്നതാണെങ്കിൽ ഇത്ര ടെൻഷൻ അടിച്ച് പോകേണ്ട ആവശ്യമില്ല. കൃത്യസമയം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിലാണ് അദ്ദേഹം പോകുന്നത്. എന്നിരുന്നാലും അഭിനന്ദനം കിട്ടിയ സമയത്ത് പിന്നീട് അദ്ദേഹത്തിന് നേരം വൈകിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം
ടാഗ് കയ്യിൽ വെച്ച് ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ അദ്ദേഹം ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ ജോലി മാത്രം, വേറെ ആരെ കാണാനാ? സമൂഹത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങാനോ സംസാരിക്കാനോ ഇടപെടാനോ സമയം കിട്ടാറില്ല. രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ബാക്കി ഉണ്ടായിരുന്നത് തന്റെ ഒരു സുപ്പീരിയർ ഓഫീസർ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ഈ കൊച്ചു മോള് പറഞ്ഞ ആ ഒരു അസൈൻമെന്റ് വെറുതെ വിടാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അദ്ദേഹം ഓർത്ത്, എന്റെ ബോസ്, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്, ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ മിടുക്കനാ, ഞങ്ങൾക്ക് കൃത്യസമയത്ത് നിർദ്ദേശങ്ങൾ തരികയും കൃത്യസമയത്ത് അതിന് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്റെ മേലുദ്യോഗസ്ഥൻ. അധികം അങ്ങനെ സംസാരിക്കുകയോ തമാശ പറയുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. നേരെ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ചെന്ന് എക്സ്ക്യൂസ് മീ സർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. അത്ര ചിരിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഭയങ്കര ബിസിയാണ്, കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു തരത്തിൽ ഒപ്പിച്ച് അദ്ദേഹത്തിന് സന്തോഷമായി. തന്റെ പ്രൊഫഷനിസത്തെയാണ് അവിടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇഷ്ടമായി. അദ്ദേഹം അത് സ്വീകരിച്ച് അദ്ദേഹം എല്ലാവരും പോയി രാത്രി വൈകിട്ടാണ് ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുന്നത്. രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലും ഈ ഒരു റിബൺ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. നാളെ ഇനി നേരം പുലർന്നാല് എനിക്ക് പോകാനുള്ളത് ഓഫീസിലേക്കാണ്. അവിടെ ഞാനിത് ആർക്ക് കൊടുക്കാനാ? ആരെയാണ് ഞാൻ അഭിനന്ദിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, തന്റെ മകൻ, അവനിപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ല മിടുക്കനാണ് അവൻ. അവൻ പലപ്പോഴും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയി മാറാറുണ്ട്. അവന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് പലപ്പോഴും പോകുന്നത് എന്റെ ഭാര്യയാണ്. അവനെ ഒന്ന് അഭിനന്ദിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ. അദ്ദേഹം വീട്ടിലെത്തിയ ഉടനെ നേരെ മകന്റെ റൂമിലേക്കാണ് ചെന്നത്. മകന്റെ റൂമിൽ ചെല്ലുന്ന സമയത്ത് പതിവിന് വിപരീതമായി അവിടെ എല്ലാ പ്രാവശ്യവും ഇദ്ദേഹം എത്തുന്ന സമയത്ത് ലൈറ്റ് ഇട്ടിരിക്കാറുണ്ട്. അവൻ പഠിക്കുന്ന കുട്ടിയാണ്, വൈകിട്ട് ഒരുപാട് സമയം ഇരുന്ന് വായിക്കുന്ന കുട്ടിയാണ്. അന്നും അവിടെ വെളിച്ചമുണ്ട്. അദ്ദേഹം മുകളിലെ ഫ്ലോറിലേക്ക് പോവാറില്ല, സാധാരണ പോവാറില്ല. അന്ന് പതിവിന് വിപരീതമായി അദ്ദേഹം മുകളിൽ ചെന്ന് മകന്റെ റൂമിന്റെ അടുത്ത് എത്തി. ഡോർ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് മകൻ എന്തോ ഒരു വെപ്രാളം. അവന്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു പേപ്പർ കഷ്ണം താഴെ വീഴുന്നു. എന്തോ ഒരു കള്ളത്തരം അവന്റെ ഉള്ളിലുണ്ട് എന്നാണ് അച്ഛന് തോന്നിയത്. ഇത് മനസ്സിലാക്കിയ സമയത്ത് അവന്റെ അടുത്ത് ചെല്ലുകയും, പക്ഷെ മകൻ വല്ലാതെ ഗ്ലൂമിയായി, വല്ലാതെ ദുഃഖിതനായി കാണപ്പെട്ടു. അവനോട് കാര്യം തിരക്കി, ഒന്നും മിണ്ടുന്നില്ല. അച്ഛനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരൊറ്റ കരച്ചിലാണ് മോൻ. കുറെ സമയം അങ്ങനെ കരഞ്ഞുപോയി. താഴെ വീണ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് അച്ഛന് തിരിച്ചറിയുന്നത് എന്താണ്? ഈ മകൻ, വെറും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. തന്റെ യാത്രാമൊഴി അവസാനമായിട്ട് എഴുതുന്ന ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവൻ. വിറക്കുന്ന കൈകളോടെ അച്ഛൻ ആ ലെറ്റർ എടുത്തുകൊണ്ട് വായിക്കുന്ന സമയത്ത് അതിലുടനീളം കാണുന്ന പരാമർശം ഇതാണ്: എനിക്ക് ആരുമില്ല. നല്ല ഫാമിലിയാണ്, വെൽ എക്യുപ്ഡ് ആണ്, സമ്പന്നരാണ്, എല്ലാ സൗകര്യവും ഉണ്ട്, കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കുട്ടി പറയുന്നു, എനിക്ക് ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല. അവന് ഒരുപാട് വിജയങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് വിക്ടറികളും സ്കൂളിൽ നിന്നുണ്ടാകുന്ന സമയത്ത് അത് പങ്കുവെക്കാൻ അവന് ആളെ കിട്ടുന്നില്ല. നമ്മുടെ ആന്റൺ ചെക്കോയുടെ കഥയിലെ ദുഃഖം പങ്കുവെക്കാൻ ആളില്ല എന്ന് പറഞ്ഞതുപോലെ സന്തോഷം പങ്കുവെക്കാനും ആളില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു ടീച്ചർ കൊടുത്ത അസൈൻമെന്റ് ഒരു കുട്ടിയെ അവന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിൽ, തുടർന്ന് ഞാൻ ആ കഥ ഒരുപാട് വിശദീകരിച്ച് പറയുന്നില്ല, ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എ ലിസണിങ് അല്ലെങ്കിൽ ലിസണർ എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. അതൊരു വലിയ കഥയാണ്. അതിൽ അവസാനം നമ്മൾ ഈ കുട്ടി അവസാനം ഒരു വലിയ പൊസിഷനിൽ എത്തിയതിനു ശേഷം നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ ഈ ടീച്ചറുടെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി ചെല്ലുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല.
ലിസണിങ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അച്ഛൻ തന്റെ ജോലി ഭാരം കാരണം, തന്റെ ബിസി ഷെഡ്യൂൾ കാരണം അദ്ദേഹത്തിന് മക്കളെ കേൾക്കാൻ സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതല്ലെങ്കിൽ സമയം കണ്ടെത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ മൈ പാരന്റ്സ്. പാരന്റ്സ് ആയിട്ടുള്ള ആളോട് മാത്രമല്ല പറയുന്നത്, വി ഷുഡ് ലിസൺ. മക്കളെ കേൾക്കണം, പാരന്റ്സിനെ കേൾക്കണം, ഫ്രണ്ട്സിനെ കേൾക്കണം. കേൾക്കുന്നതിലുപരി ഒരല്പസമയമെങ്കിലും അവരെ ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് അവരെ കൂടെ നിൽക്കണം, അവരുമായി യാത്ര പോകണം. അതിനുള്ള സന്ദർഭങ്ങൾ നമ്മളായിട്ട് ഒരുക്കണം. അപ്പോ അവരിൽ നിന്നുണ്ടാവുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരമായി അത് മാറും. അവർ പങ്കിടാൻ ആളില്ലാതെ വരുന്ന സമയത്താണ് പങ്കിടാൻ വേണ്ടിയിട്ട് മറ്റുള്ള പലരെയും കണ്ടെത്തുന്നത്. അത് പല തെറ്റിലേക്കും പല മറ്റേ മോശമായ വഴിയിലേക്കും അവരെ നയിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ. സോ നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് മുഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമുക്കൊക്കെ ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ വലിയ ആഗ്രഹമാണ്. ക്യാൻ എനിവൺ ഹെൽപ്പ് മീ? നമ്മുടെ ശ്രോതാക്കളിൽ ആരെങ്കിലും ഒരാള് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്തേക്ക് എത്താനുള്ള ഒരു വഴി ആരെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ, പറഞ്ഞു തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്, ആളുകളുടെ ഹൃദയം കീഴടക്കണം. അതിനൊരു വഴി പറഞ്ഞു തരാമോ? ഒരു ആക്റ്റീവ് ലിസണർ ആവുക. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ ആർക്കെങ്കിലും സ്മൈൽ. വെരി ഗുഡ്. വെരി ഗുഡ്. ദെൻ എല്ലാവരോടും ചിരിക്കുക. ദെൻ സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം കളയുന്നില്ല. ഞാനത് നിങ്ങളോട് ചോദിക്കാനുണ്ടായ കാര്യം, ഒരു വേർഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലിസൺ എന്നതും സൈലന്റ് എന്നുള്ള വേർഡ്, രണ്ട് വേർഡിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു വേർഡിന്റെ ചെറിയൊരു മാജിക്കും കൂടെ. ഹാർട്ട് എന്ന് എഴുതുമ്പോ അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ് ശരിക്കും വരുന്നത്? HEART. ഓക്കെ, വെരി ഗുഡ്. അതിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം മാറ്റി വെച്ചാൽ അതിന്റെ സെൻട്രലായിട്ട് ഇരിക്കുന്നത് ആരാ? മൂന്നക്ഷരം ഉണ്ടാവും. EAR, മൂന്നക്ഷരം. എന്താണ് അതിന്റെ അർത്ഥം? ഇയർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? യെസ്, ദാറ്റ് ഇസ് വാട്ട്. നമ്മുടെ ചെവികളാണ് മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള വഴി. റൈറ്റ്? ചെവികൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ, നമ്മൾ മറ്റുള്ളവരെ ശ്രവിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അവർ നമ്മെ മറക്കില്ല. അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ ലിസണിങ് മീ. എല്ലാവരും നല്ല ക്യൂരിയസ് ആയിട്ട് ലിസൺ ചെയ്തു, വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ ഫോർ JCI, എസ്പെഷ്യലി our chairman Subhash sir and ZD Training, our Dr. Isham sir and all other listeners. Thank you. That's all. താങ്ക് യു. എങ്ങനെ ഒരു കേൾവിക്കാരനാകണമെന്നും എങ്ങനെ ഹൃദയം കീഴടക്കാമെന്നും ഈ രാവിലെ ഞങ്ങളോട് കൂടെ സംവദിച്ച താങ്കൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു നല്ല ദിനം താങ്കൾക്ക് നേരുന്നു. ഓപ്പൺ ഫോറം ഫോർ ഫീഡ്ബാക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു വെറുതെ ചെവി കൊടുത്താൽ പോരാ എന്ന് ഞാനൊന്ന് ആഡ് ചെയ്യാണ്. വെറുതെ ചെവി ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മള് അത് ഓപ്പൺ ഇയർ ഒക്കെ ഓപ്പൺ ആവുമ്പോഴാണ് നമ്മളെ ഹൃദയത്തിലേക്ക് വരുള്ളൂ. അല്ലാതെ ചെവി കൊടുത്ത് നമുക്ക് എന്തും വേറെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ചെവിയും ഹൃദയവും ഒന്നിപ്പോഴാണ് നമ്മള് ആക്റ്റീവ്, അതായത് ഓപ്പൺ ആക്കി കൊടുക്കുക. ചെവി ഓപ്പൺ ആക്കി കൊടുക്കണം. അത് അത്രയും പറഞ്ഞുകൊണ്ട് വളരെ ഇന്നത്തെ ഒരു സെഷൻ എല്ലാവർക്കും, എസ്പെഷ്യലി പാരന്റ്സിന് തീർച്ചയായും നമ്മുടെ കുട്ടികളാണ് പലരും. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, കുട്ടികൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക, അവരെ കേൾക്കുക. അവർക്ക് പലപ്പോഴും പല പ്രോബ്ലംസ് ഉണ്ടാവാം. അത് നമ്മൾ കേൾക്കുമ്പോഴാണ് ആ പ്രോബ്ലത്തിന് അവരിൽ നിന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് കഴിയും. പക്ഷെ നമ്മളത് കേൾക്കുമ്പോഴാണ് അവർക്കതിന് കഴിയുക. അപ്പോൾ നമ്മള് തീർച്ചയായും ഒരു നല്ലൊരു കേൾവിക്കാരാവട്ടെ. ഈ അറ്റ്ലീസ്റ്റ് ഈ സെഷൻ കേട്ടതിൽ നിന്നെങ്കിലും ഇനിയും മാറാത്തവരാരെങ്കിലും, നല്ലൊരു കേൾവിക്കാരാവാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ അവർ നല്ല ഒരു കേൾവിക്കാരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
Thank you, Sharif ji, for wonderful. Hello, good morning, Sharif sir. മോർണിംഗ്. സുഹൈമാണ് ജെസി താവനൂർ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ. ഓക്കെ, എന്തായാലും അടിപൊളി ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ അത് കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ നല്ലൊരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കുക എന്നുള്ളത് ആരും ചെയ്യുന്നില്ല. പലരുടെയും ലൈഫിൽ തിരക്കുള്ള സമയത്തും നമ്മളൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്തയക്കണ സമയത്തും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പല ആളുകളെയും മനസ്സിലാകാതെ പോകുന്നുണ്ട്. അതവരുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം സൃഷ്ടിക്കും. കാരണം ചില സമയത്ത് പല കേസുകൾ വരുന്ന സമയത്ത് കുട്ടികൾ പറയാറുണ്ട്, എന്നെ ഒന്ന് കേട്ടില്ല, അല്ലെങ്കിൽ ഉമ്മ എന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. പല ആത്മഹത്യകൾ അല്ലെങ്കിൽ പല ടെൻഷൻ, ഡിപ്രഷൻ ഒക്കെ ഇതിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങൾ. കേൾവി എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫില്. അപ്പൊ എന്തായാലും ചിലരുടെയൊക്കെ ലൈഫ് നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ സാരല്ലട, അല്ലെങ്കിൽ അത് പോട്ടെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാന്ന് പറഞ്ഞ് അവരുടെ ആ ഇഷ്യൂ കേട്ടാൽ പോലും നമുക്ക് അവരുടെ ലൈഫ് ഒരു ചേഞ്ചസ് വരാൻ നമുക്കൊണ്ട് സാധിക്കും. അപ്പൊ എല്ലാവരും അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യണം. മറ്റുള്ളവർ എന്തൊരു കാര്യങ്ങൾ പറയുമ്പോഴും അവരെ കേൾക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് ഇവിടെ നന്നായിട്ട് സാറിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇൻസ്പയർഡ് ആയി രാവിലെ തന്നെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഹരീഷ് സാർ. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. Congratulations, Shariful sir. Soumya Suresh from JCA Nenmara. രാവിലെ കുറച്ച് തിരക്കിലാണെങ്കിൽ പോലും അതിന്റെ ഇടയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ആക്റ്റീവ് ആയിട്ട് ലിസൺ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സാറ് പറഞ്ഞൊരു എക്സാമ്പിള് റിബൺ പലതും നമ്മൾ കെട്ടാനാണ് ഉപയോഗിക്കാറുള്ളത്, ടൈ ചെയ്യാനാണ്. പക്ഷെ ഇന്നത്തെ സാറിന്റെ സെഷൻ എനിക്ക് തോന്നുന്നു പലരുടെയും കെട്ട് അഴിച്ചുവിടാനുള്ള ഒരു സെഷനായിട്ടാണ് അതിനെ ഞാൻ ഉൾക്കൊണ്ടത്. അങ്ങനെ പലർക്കും ജീവിതത്തിൽ പല കെട്ടുകളിൽ നിന്നും മറ്റുള്ളവരുടെ കെട്ടുകളെ അഴിക്കാനും നമ്മുടെ കെട്ടുകളെ അഴിച്ച് സ്വതന്ത്രരായിട്ട് ചിന്തിക്കാനുള്ള ഒരു വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സെഡി ട്രെയിനിങ് ടു. ഇതുപോലെയുള്ള ആളുകളെ കണക്ട് ചെയ്യുമ്പോൾ മോർണിംഗ് സെഷനുകൾ കൂടുതൽ കൂടുതൽ വൈബായിട്ട് കളർഫുൾ ആയിട്ട് മാറുകയാണ്. താങ്ക് യു സോ മച്ച്. Hi, Shafil sir. Anish from JCA പാലക്കാട്. വളരെ നന്നായിരുന്നു. ചെറിയ സമയം കൊണ്ട് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. താങ്ക് യു സർ. Shafil sir, thank you very much, Anish Kumar from Mukkom JCA. എനിക്ക് സാറുടെ പ്രസന്റേഷൻ ശൈലി വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കറിയാം പല പ്രസന്റർമാരും വളരെ ഗൗരവത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചിരിച്ച പ്രസന്നഭാവവും അതേപോലെ തന്നെ തന്റെ മുന്നിലിരിക്കുന്ന വ്യക്തികളുടെ ഒരു ഇന്ററാക്ഷൻ കൂടി വേണം എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞപ്പോൾ കൂടുതൽ നല്ല തീം, നല്ല കഥ ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. കാരണം ഞാനൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഡറും കൂടിയാണ്. അപ്പോൾ പലരും എന്നോടും പറയാറുണ്ട് ഈ ഒരു കാര്യം. സാറോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആയാസം കിട്ടുന്നു, പ്രയാസം കിട്ടുന്നു. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഇത് തന്നെയാണ്, മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത്. നേടം പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന മറുപടികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഏതായാലും സാറുടെ പ്രസന്റേഷൻ ശൈലിയും വളരെ നല്ല, വളരെയധികം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ പല വ്യക്തികളും ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ടീച്ചർ കാണിച്ചു കൊടുത്ത മാതൃക വളരെയധികം ഇഷ്ടമായി. ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ JCA ഇവിടെ MC ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അതേപോലെ നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ഓൾ. സാർ, എൻ്റെ പേര് നസീന. ഞാനൊരു കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആ കൗൺസിലിംഗ് കോഴ്സിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് ബി എ ഗുഡ് ലിസണർ. നമ്മളൊരു നല്ല ലിസണർ ആകണമെന്നാ. അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഇല്ലാതെ വന്നിരിക്കുന്ന, എല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും മൊബൈല്, ന്യൂസ്. ഇപ്പൊ ഹസ്ബൻഡ് വീട്ടിൽ വന്നാൽ കൂടുതലും വാർത്തയിലോട്ടായിരിക്കും നോക്കുന്നത്. നമ്മൾ സംസാരിക്കാൻ ചെന്നാൽ കേൾക്കാൻ സമയമില്ല. മക്കളെ ആയാലും നമ്മൾ കൂടുതൽ അവര് എന്തെങ്കിലും പഠിക്കുന്നതൊക്കെ കാര്യങ്ങൾ തിരക്കും, അങ്ങനെയുള്ള. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എന്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന ഇക്കായ്ക്ക് ബിസി ആയിരിക്കും, എപ്പോഴും സംസാരിക്കാൻ കിട്ടാറില്ല ആളിന്. അങ്ങനെയൊക്കെ മിക്കയിടത്തും പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഈ ലിസണിങ്ങിന്റെ ഇത് തന്നെ. അത് സാറ് ഇന്ന് ഈ ടോപ്പിക് എടുത്ത ഏറ്റവും വലിയ ഉപകാരമായിട്ടുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ. നമ്മൾ കേൾക്കാൻ ആളില്ലെങ്കിൽ എല്ലാ ആത്മഹത്യയും, കുട്ടികളായാലും വലിയവരായാലും എല്ലാ പ്രശ്നങ്ങളെയും മെയിൻ കാര്യം നമ്മളെ കേൾക്കാൻ ആളില്ലാത്തതാ. നല്ലൊരു സെഷനായിരുന്നു. സാറിന്റെ പുഞ്ചിരിയോടെ ഇന്ററാക്ട് ചെയ്ത് എല്ലാവരും
പറയാനൊക്കെ പറ്റിയത്. താങ്ക് യു സാർ. ഞാനൊരു നോൺ JSI മെമ്പറാ, JSI മെമ്പറാ. എന്നും കൃത്യമായിട്ട് ഇതിനകത്ത് കയറാറുണ്ട്. നല്ല ക്ലാസ്സുകളാണ്. താങ്ക് യു. വരൂ. ഓക്കെ ഒരുപാട് അവസരങ്ങൾ തരുന്നത് സംഘടനയാണ്. വരുന്നുണ്ട് സാറ്. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടുത്തെ ക്ലാസ് ഒക്കെ. നല്ല എല്ലാം നല്ല ക്ലാസ്. ഗുഡ് മോർണിംഗ്. ഷാദുലി സാർ പറയും. ഗുഡ് മോർണിംഗ്. എന്തായാലും എന്റെ കൊളീഗ് പ്രസിഡന്റ് നല്ലൊരു രൂപത്തിൽ പ്രസന്റ് ചെയ്യാന് വെച്ചാല് വ്യത്യസ്തമായിട്ട് ഒരു കഥ നമുക്ക് ആ ചിത്രം വരച്ച രൂപത്തിലാണെന്ന് സാറെ ക്ലാസ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യത്തില് ഇന്നത്തെ ടോപ്പിക്കിന്റെ പ്രാധാന്യത്തിന്റെ എല്ലാതും കൂടി കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് പിന്നെ എൻ്റെ ഒരു ഇതുള്ളത്. കാരണം പുരോഗതി വേണം. ആ പുരോഗതി, പിന്നെ അതുപോലെ തന്നെ മാറ്റങ്ങള്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടുകള്, അതൊക്കെ ഒരു കുട്ടീന്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ നിന്ന് കൊടുത്ത ഒരു അസൈൻമെന്റിനോട് അനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ലാസ്റ്റ് ഒരു ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരിക പറഞ്ഞാൽ വലിയൊരു സംഗതി കൂടിയാണ്. അപ്പൊ അത് ശരിക്ക് അതിലെല്ലാ സംഗതിയും ഉൾപ്പെട്ടിട്ടുണ്ട് സാറെ ക്ലാസ്സില്. ശരിക്കും ഒരു ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം സാർ. മോർണിംഗ് വാക്കിലാണല്ലേ? മോർണിംഗ് വാക്കില. ഓക്കെ. രാവിലെ ഈ മോർണിംഗ് ഡ്രൈവില് നടക്കുന്ന നമ്മുടെ ചിന്തകളെയും നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൂടി അത്യാവശ്യമാണെന്ന് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന JFM ഷാദുലി സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിന്റെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി ക്ഷണിക്കുക. കേൾക്കുന്നുണ്ടോ? യെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചെയർമാൻ ഫോർ ദി പ്രിവിലേജ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സെഷൻ ഇത്രത്തോളം വരെ 80-ലപ്പുറം ട്രെയിനിങ് സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് അത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ നമ്മളെ സോൺ 28ന്റെ ഇതിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള നമ്മുടെ ഹിഷാം ഡോക്ടർക്ക്, അതുപോലെ തന്നെ ഇതെല്ലാം ഇതിനെ മുന്നോട്ട് നയിക്കുന്ന സുഭാഷ് സാർക്കും, അതുപോലെ തന്നെ പിന്നെ ഇത് എന്നും ആ ഒരു ടൈം വരുമ്പോ എല്ലാവരും വളരെ കൃത്യതയോടുകൂടി പങ്കെടുക്കുന്ന എന്നെ പോലുള്ള ആൾക്കാര് ഉള്ള ഒരുപാട് നമ്മളെ പാർട്ടിസിപ്പൻസ്, JC അല്ലാത്ത നോൺ JCs എല്ലാവർക്കും നന്ദി പറയണം. അതുപോലെ തന്നെ ഇന്നത്തെ ഫാക്കൽറ്റി, എന്റെ കൊളീഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷെരീഫ് സാർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ അത്രയും ഒരു ചിത്രം വരച്ച് കാണിക്കുന്ന ഒരു പോലെ ഇന്നത്തെ ഒരു സെഷൻ അത് ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതോ അത് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതോ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. The 7 AM morning drive online program is hereby adjourned and have a good day to all. See you tomorrow.